പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് +1 മലയാളത്തിലെ വിശപ്പ് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ പ്രൊഫസർ എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് എതിര്. എതിര് എന്ന ഗ്രന്ഥത്തിലെ വിശപ്പ് എന്ന ഭാഗമാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. കേരളത്തിലെ ദളിത് പാർശ്വവൽകൃത ജീവിതത്തിൻ്റെ അതിദയനീയമായ ഒരു യാഥാർത്ഥ്യ ചിത്രീകരണമാണ് ഈ കൃതി. ദാരിദ്ര്യം, പട്ടിണി, ജാതീയമായ അവഹേളനങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം നേടി അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയം എന്നിവയാണ് ഈ പാഠഭാഗത്തിലൂടെ വെളിപ്പെടുന്നത്. കേരളത്തിലെ ദളിത് പാർശ്വവൽകൃത ജീവിതത്തിൻ്റെ അതിദയനീയമായ ഒരു യാഥാർത്ഥ്യ ചിത്രീകരണമാണ് പാഠഭാഗം. ദാരിദ്ര്യം, പട്ടിണി, ജാതീയമായ അവഹേളനങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം നേടി അതിനെയെല്ലാം എങ്ങനെ അതിജീവിക്കാം എന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയം എന്നിവയെല്ലാം ഈ പാഠഭാഗത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. സമീപ കാലത്തെന്നല്ല, മലയാളത്തിലെ ഏറ്റവും മികച്ച ആത്മകഥകളിൽ ഒന്നാണ് ഡോക്ടർ എം കുഞ്ഞാമൻ്റെ എതിര് എന്ന് പറയുന്ന കൃതി. നിലവിലുള്ള പല വിഗ്രഹങ്ങളെയും നിഷ്കരുണം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഈ കൃതി പുറത്തേക്ക് വരുന്നത്. ഇതൊരു മികച്ച കൃതിയാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. നിലവിലുള്ള വിഗ്രഹങ്ങളെ നിഷ്കരുണം തകർത്ത് തരിപ്പണമാക്കുന്നത് കൊണ്ടാണ് ഈ കൃതി മഹത്തരമാകുന്നത്. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുകയാണ് ഇവിടെ കുഞ്ഞാമൻ. ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഇടത് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴും സ്വന്തമായി ചിന്തിക്കാനും ദളിത് വിഭാഗത്തിന് എങ്ങനെ അതിജീവിക്കാമെന്നും നിരന്തരമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ കൃതിയാണ് എതിര് എന്നത്. ഇടത് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴും സ്വന്തമായി ചിന്തിക്കാനും ദളിത് വിഭാഗത്തിന് എങ്ങനെ അതിജീവിക്കാമെന്നും നിരന്തരമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ കൃതിയാണ് എതിര്. എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ എം കുഞ്ഞാമൻ ഈ പുസ്തകത്തിൽ സ്വത്വപരമായിട്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ നിന്നും വഴുതി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം വ്യവസ്ഥാപിത രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മലിനമായ പാതകളെ ധീരമായി വിചാരണ ചെയ്തുകൊണ്ടാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം ഈ ആത്മകഥാകാരനില്ല. നാം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി രൂപം കൊണ്ട സാമൂഹ്യ ശ്രേണികളാൽ ആധുനിക സമൂഹം രൂപപ്പെടുമ്പോൾ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടാകാം. ഓരോ ശ്രേണിയിലും പെട്ടവർ താന്താങ്ങളുടെ പ്രത്യേക പദവിയെക്കുറിച്ച് ബോധമുള്ളവരായി തീരുകയും ചെയ്യുന്നുണ്ട്. ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾക്ക് കുഞ്ഞാമനും വിധേയമായിട്ടുണ്ട്. പക്ഷേ പഠന കാലയളവിൽ അദ്ദേഹം പ്രകടമാക്കിയ മികവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയെല്ലാം ധീരമായി അതിജീവിച്ച് അദ്ദേഹം മുന്നേറുകയുണ്ടായി. സാമ്പത്തിക ശാസ്ത്ര ബിരുദത്തിന് ശേഷം ബിരുദാനന്തര ബിരുദമെടുത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നപ്പോഴും കുട്ടികളിൽ നിന്ന് ജാതീയമായ വേർതിരിവിന് വിധേയനായിട്ടുണ്ട്. MA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയിട്ടും അദ്ദേഹത്തിന് സന്തോഷിക്കാനായില്ല. റാങ്ക് വേദനയല്ലാതെ ഒരു ചായക്ക് പോലും അദ്ദേഹത്തെ സഹായിച്ചതുമില്ല. റാങ്ക് ജേതാവായിട്ടും വിട്ടൊഴിയാതെ പിന്തുടരുന്ന ദാരിദ്ര്യവും നിരന്തരം വേട്ടയാടുന്ന ജാതിബോധവും കുഞ്ഞാമൻ എന്ന യുവാവിൽ നിരാശയുണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ മുന്നിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. വർഷങ്ങളായി അടിമകളെക്കാളും ഹീനമായ നിലയിൽ
അടിച്ചമർത്തപ്പെട്ടവരും ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടവരുമായ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. വർഷങ്ങളായി അടിമകളെക്കാളും ഹീനമായ നിലയിൽ അടിച്ചമർത്തപ്പെട്ടവരും ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടവരുമായ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് എതിര് എന്ന ആത്മകഥയിൽ. അടിച്ചമർത്തപ്പെട്ട ദരിദ്ര അധസ്ഥിത കുടുംബത്തിൽ ജനിച്ചതാണ് തൻ്റെ ശാപം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട ദരിദ്ര അധസ്ഥിത കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ ശാപം. അതിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത പാപം. അതിൽ നിന്ന് മുക്തി നേടാൻ താൻ ശ്രമിച്ചു. ഇതാണ് ഞാൻ ചെയ്ത പാപം. ഞാൻ അധികം ചിരിക്കാറില്ലായിരുന്നു, സന്തോഷിക്കാറില്ലായിരുന്നു. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അധികം സന്തോഷിക്കാറില്ലായിരുന്നു, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു. ഡോക്ടർ എം കുഞ്ഞാമൻ തൻ്റെ കീഴാള ജീവിതത്തെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ അനുഭവവും പങ്കുവെക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞാമൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞാമൻ്റെ ബാല്യകാല അനുഭവങ്ങൾ. വിറക് പുര പോലെയും ചാള പോലെയും മാടം പോലെയും കിടക്കുന്ന ഭവന സങ്കല്പങ്ങൾ, അടച്ചുറപ്പില്ലാത്ത അന്തരീക്ഷം, വിളക്ക് കത്തിക്കാൻ പോലുമില്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം ദാരിദ്ര്യത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. ഇരുട്ട് നിറഞ്ഞതായിരുന്നു ആ കാലം. പേടി മാത്രം നൽകിയിരുന്ന സമുദായം. അച്ഛൻ അയ്യപ്പൻ, അമ്മ ചൊറോണ. അവർ നിരക്ഷരരായിരുന്നു. എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം. അച്ഛൻ കന്നുപൂട്ടാൻ പോകും. കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്നും മറ്റൊന്നിനെ ഊട്ടി വളർത്തി. അച്ഛൻ്റെ പേര് അയ്യപ്പൻ എന്നായിരുന്നു, അമ്മ ചൊറോണയും. അവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. എച്ചിലെടുത്തും തിന്നുമാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛൻ കന്നുപൂട്ടാനായി പോകുമായിരുന്നു. കടുത്ത ദാരിദ്ര്യമായിരുന്നു അവരുടെ വീട്ടിൽ. അടിച്ചമർത്തപ്പെട്ട ജാതിയിലാണ് താൻ ജനിച്ചത് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. മലബാറിൽ പട്ടാമ്പിക്കടുത്ത് വാടാനം കൃഷിയിലാണ് വീട്. അദ്ദേഹത്തിൻ്റെ വീട് പട്ടാമ്പിക്കടുത്തുള്ള വാടാനം കൃഷിയിലായിരുന്നു. വീടെന്ന് പറഞ്ഞുകൂടാ, ചാളയാണ്. വീടെന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. ഒരു ചാളയായിരുന്നു അത്. ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും അമ്മ ഒരു വിളക്കുണ്ട്, അത് അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഇരുട്ട് എന്നിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങുമെന്ന് പറയാണ്. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും. വയറ് കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്തു പോലുമല്ല. തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. എന്തൊരു അവസ്ഥയാണെന്ന് ഓർക്കണം. പാത്രത്തിലല്ല കഞ്ഞി കൊടുക്കുന്നത്, മുറ്റത്തു പോലുമല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ചിട്ട് ഇലയിട്ട് അതിലേക്കാണ് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നത്. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത്. മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഒരു ഭയങ്കരനായ പട്ടിയുണ്ടായിരുന്നു. എന്നോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ കുഞ്ഞാമനെ കടിച്ചു മാറ്റുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത്. 2 പട്ടികളുമായുള്ള ബന്ധമായിരുന്നു. 2 പട്ടികളുമായിട്ടുള്ള
ബന്ധമായിരുന്നു അത് എന്ന് പറയുന്നു. രണ്ട് പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി മത്സരിക്കുന്നു. രണ്ട് പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി അവിടെ മത്സരിക്കുകയാണ്. പട്ടി കടിച്ച മുറിവിൽ നിന്ന് ചോര വന്നപ്പോൾ ദേഷ്യമല്ല തോന്നിയത്, എൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രം. സാമൂഹികമായും സാമ്പത്തികമായും അരികുവൽക്കരിക്കപ്പെട്ട കീഴാള അവസ്ഥകളുടെ നേർചിത്രമാണ് ഇവിടെ പകർത്തിയിരിക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും അരികുവൽക്കരിക്കപ്പെട്ട കീഴാള ജാതിയുടെ അവസ്ഥകളുടെ നേർചിത്രമാണ് ഈ ആത്മകഥ എന്ന് പറയാം. ഉയർന്ന ജാതിക്കാരുടെ അധികാര നിർമ്മിതിക്കുള്ളിൽ രൂപം കൊണ്ട സാമൂഹിക പദവികൾ ദളിത് ജനതയെ നിരന്തരം അപരവൽക്കരിക്കുകയും മനുഷ്യൻ എന്ന മൗലികമായ ഭാവത്തെ പോലും നിഷേധിക്കുകയും ചെയ്തു. വിശപ്പ് അസഹ്യമായ ഒരു കാലമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനായി സഹപാഠിയുടെ വീട്ടിലെ സദ്യയുടെ എച്ചിലെടുക്കാനായി മത്സരിക്കുന്ന അനുഭവവും അദ്ദേഹം ഇവിടെ മറയില്ലാതെ വെളിപ്പെടുത്തുന്നുണ്ട്. സദ്യ കഴിഞ്ഞ ശേഷം എച്ചിലില്ല കാണുമ്പോൾ അതിനായി മത്സരിക്കുന്ന കുട്ടികൾ, കഞ്ഞിവെള്ളത്തിനായി അന്യ വീടുകളിൽ പാത്രവുമായി കാത്തു നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം വിശപ്പ് മനുഷ്യൻ്റെ അന്തസ്സിനെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ്. കുഞ്ഞാമൻ്റെ സമുദായക്കാരുടെ ജോലി ഓലക്കുട ഉണ്ടാക്കലായിരുന്നു. ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കുന്നത് അവരായിരുന്നു. ഓലക്കുട ഉണ്ടാക്കുന്നത് ഇവരുടെ ജോലിയായിരുന്നു. മാത്രമല്ല, ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഒക്കെ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കുന്നതും ഇവരുടെ ജോലി തന്നെയായിരുന്നു. സദ്യ കഴിഞ്ഞ് എച്ചിലും ഇവർ തന്നെയാണ് എടുത്തിരുന്നത്. അന്ന് അദ്ദേഹം വലിയ ആർത്തിയോടെയാണ് എച്ചിലെടുത്തതിനെക്കുറിച്ച് പറയുന്നത്. ആ എച്ചിലെടുക്കുന്നത് കളയാനല്ല, കഴിക്കാനായിരുന്നു. ആ എച്ചിലെടുക്കുന്നത് അവർ കളയാൻ വേണ്ടിയായിരുന്നില്ല, അവർക്ക് കഴിക്കാൻ വേണ്ടിയായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിൽ സദ്യ ഉണ്ടാകും. അവർ കാണുകെ എച്ചിലിനായി മത്സരിക്കുന്നതും അത് ആർത്തിയോടെ കഴിക്കുന്നതും അപകർഷതാ ബോധമുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. എങ്കിലും എല്ലാ ലജ്ജകളെയും ശമിപ്പിക്കുന്നതായിരുന്നു വിശപ്പിൻ്റെ കാളൽ. ഏതൊരു ലജ്ജയെയും ശമിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ വിശപ്പിൻ്റെ കാളൽ എന്ന് അദ്ദേഹം പറയുന്നു. ആത്മാഭിമാനമല്ല, എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു. ആ വിശപ്പിൻ്റെ കാളൽ അത് ആത്മാഭിമാനമല്ല, എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു. പുസ്തകവും സ്ലേറ്റും ഷർട്ടുമില്ലാതെ ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനായിരുന്നില്ല. 1 മണിവരെ ഇരുന്നാൽ ചില ദിവസങ്ങളിൽ ഉച്ചക്കഞ്ഞി ലഭിക്കുമായിരുന്നു. അദ്ദേഹം പുസ്തകവും സ്ലേറ്റും ഷർട്ടുമില്ലാതെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. വളരെ ദാരിദ്ര്യമായിരുന്നു എന്ന് പറഞ്ഞു. 1 മണിവരെ സ്കൂളിൽ ഇരുന്നാൽ ചില ദിവസങ്ങളിൽ ഉച്ചക്കഞ്ഞി കിട്ടുമായിരുന്നു. അത് കുടിക്കാൻ വേണ്ടിയാണ് സ്കൂളിലിരിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഒരു പിഞ്ഞാണം മാത്രമാണ് കയ്യിലുണ്ടാവുക. അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ആരെങ്കിലും വിശേഷ അവസരങ്ങളിൽ സ്കൂളിൽ കഞ്ഞി വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിനായി കാത്തിരിക്കുമായിരുന്നു. കഞ്ഞിയില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചക്ക് ഏട്ടൻ മാങ്ങ അരിഞ്ഞു കൊണ്ടുവരും. അത് തിന്ന് പച്ചവെള്ളവും കുടിച്ച് ക്ലാസ്സിൽ പോയിരിക്കും. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടാറില്ല. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മാങ്ങ അരിഞ്ഞു കൊണ്ടുവന്ന് തരും. അതും പച്ചവെള്ളവും കുടിച്ച് ക്ലാസ്സിൽ പോയിരിക്കും. LP കുട്ടികൾക്ക് അന്ന് സർക്കാരിൻ്റെ വക ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ലക്ഷ്മി ഏടത്തിയാണ്. അവർ ഒരു കടലാസ് കഷ്ണത്തിൽ ഉപ്പുമാവ് പൊതിഞ്ഞ് ഇറയത്ത് എനിക്ക് വേണ്ടി ഒളിച്ചു വെക്കുമായിരുന്നു എന്ന് പറയുന്നു. ലക്ഷ്മി ഏടത്തിക്ക് ഈ കുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പുമാവ് ഒരു കടലാസ് കഷ്ണത്തിൽ പൊതിഞ്ഞ് ഇറയത്ത് ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. ഞാനത് എടുത്തുകൊണ്ട് പോയി മൂത്രപ്പുരയിലിരുന്നാണ് കഴിച്ചിരുന്നത്. ആ ഉപ്പുമാവും കൊണ്ടുപോയി ആരും കാണാതെ മൂത്രപ്പുരയിൽ വെച്ചാണ് കുഞ്ഞാമൻ അത് കഴിച്ചിരുന്നത്. കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ തനിക്ക് ഉപ്പുമാവ് തന്നതിൻ്റെ പേരിൽ അവരുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ മൂത്രപ്പുരയിലിരുന്നത് കഴിച്ചിരുന്നത്. വിദ്യാർത്ഥിയായ ഞാൻ
ഉപ്പുമാവ് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മിയേടത്തിയുടെ പണി പോകും. കുഞ്ഞാമ്മനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ലക്ഷ്മിയേടത്തി. വാടാനം കുറിശ്ശിയിലെ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അധ്യാപകരെയും ക്ലാസ് മുറികളെയുമല്ല, ലക്ഷ്മിയേടത്തിയെയാണ്. വാടാനം കുറിശ്ശിയിലെ സ്കൂൾ ഓർമ്മകളിൽ അദ്ദേഹത്തിന് ആദ്യം ഓടിയെത്തുന്ന മുഖം ലക്ഷ്മിയേടത്തിയുടേതായിരുന്നു. അവർ അന്ന് ഉപ്മാവ് തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുമായിരുന്നില്ല. MA പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയപ്പോൾ ലക്ഷ്മിയേടത്തി ഇങ്ങനെ പറയുകയുണ്ടായി, എടാ എൻ്റെ ഉപ്മാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്, എടാ എൻ്റെ ഉപ്മാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്. അതൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. ഭക്ഷണമായിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. അതൊരു വലിയ സത്യമായിരുന്നു, ഒരു യാഥാർത്ഥ്യമായിരുന്നു. അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് തന്നെയായിരുന്നു. ഭക്ഷണം തന്നെയായിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈയൊരു മാനസിക അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. ഈ അവസ്ഥയിൽ നിന്ന്, ഈ മാനസിക അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. നിരക്ഷരരായ പട്ടിണി കിടക്കുന്ന അയ്യപ്പനും ചൊറോണയും മകനെ സ്കൂളിലേക്ക് അയച്ചത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. എനിക്ക് അന്ന് ഭക്ഷണം തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഭക്ഷണത്തിന് വേണ്ടി മാത്രം സ്കൂളിൽ പോയിരുന്ന കുഞ്ഞാമനിൽ നിന്ന് പഠിക്കണം എന്ന വാശിയോടെ സ്കൂളിലെത്തിയ കുഞ്ഞാമനിലേക്കുള്ള പരിവർത്തനമാണ് 1ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. നിഷ്കളങ്കമായ ബാല്യത്തിലെ വേദനാജനകമായ തിരിച്ചടികളിലൂടെ കടന്നുപോയ തൻ്റെ ലോകം ഒരു ഇരുട്ടായി തന്നെ ചുറ്റി വരിഞ്ഞതായി കുഞ്ഞാമ്മൻ രേഖപ്പെടുത്തുന്നു. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ കലവറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. മലയാളത്തിൽ ഇതുവരെ എഴുതപ്പെട്ട ആത്മകഥകളിൽ ഏറ്റവും മുന്നിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒരു കൃതിയാണ് എതിര്. എതിര് ഒരാളുടെ ജീവിത സമരത്തിൻ്റെ നേർസാക്ഷ്യം മാത്രമല്ല, ഇത് ഒരേ സമയം ദളിതരുടെ തത്വശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ചരിത്രവുമാണ്. ഇതൊരേ സമയം ദളിതരുടെ തത്വശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ചരിത്രവുമാണ്. ഇതിഹാസ സമാനമായ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദളിതരുടെ തത്വശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ചരിത്രവുമാണ്. ഇന്ന് സാംസ്കാരിക രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവ ഗ്രന്ഥം കൂടിയാണ് ഇത്. കേരളത്തിൻ്റെ പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ നിരവധി അക്കാദമിക് മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് കുഞ്ഞാമ്മൻ. അദ്ദേഹം നേരിട്ട സാമൂഹിക അനീതികളെക്കുറിച്ചും ജാതീയമായ വേർതിരിവിനെക്കുറിച്ചുമെല്ലാം മറയില്ലാതെ ഈ കൃതിയിൽ എഴുതുന്നു. ഇന്ന് സമകാലിക കേരളം നേരിടുന്ന സാമൂഹിക സാംസ്കാരിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണം കൊണ്ട് മികച്ച വായനാനുഭവമായി മാറുകയാണ് ഈ ആത്മകഥ. ഡോക്ടർ M. കുഞ്ഞാമ്മൻ എന്ന പ്രതിഭ നേരിട്ട അവഗണനയുടെയും അതിഭീകരമായ പീഡനാനുഭവങ്ങളുടെയും തീക്ഷ്ണവും സ്വതന്ത്രവുമായ ബൗദ്ധിക അന്വേഷണങ്ങളുടെയും ആകെ തുകയാണ് ഈ അനുഭവക്കുറിപ്പുകൾ. ബഹിഷ്കൃതരും നൈരാശ്യം ബാധിച്ചവരുമായ വിദ്യാർത്ഥികൾക്ക് സമൃദ്ധമായ ഒരു പച്ചത്തുരുത്താണ് ഈ ജീവിതാനുഭവ കുറിപ്പുകൾ. ദളിത് സമൂഹം തിരിച്ചടികളുടെയും പ്രതികൂല അവസ്ഥകളുടെയും പ്രതിസന്ധികളിൽപ്പെട്ട് ജീവിതം തന്നെ വഴിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ അതിജീവന രേഖകളാണ് കുഞ്ഞാമ്മൻ സാംസ്കാരിക രാഷ്ട്രീയ ബൗദ്ധിക മേഖലക്ക് എന്നെ പാണെന്ന് വിളിക്കരുത് എന്ന് തുടങ്ങി അപൂർണം എന്ന 18 അധ്യായങ്ങളിലായാണ് അദ്ദേഹം തൻ്റെ അനുഭവങ്ങളെ സംഗ്രഹിച്ചിരിക്കുന്നത്. 18 അധ്യായങ്ങളിലായിട്ടാണ് ഈ ആത്മകഥ എഴുതിയിരിക്കുന്നത്. 1ാമത്തെ അധ്യായത്തിൻ്റെ പേര് എന്നെ പാണെന്ന് വിളിക്കരുത് എന്നാണ്. 18ാമത്തെ അധ്യായം അപൂർണം എന്നും. അനീതിക്ക് മുമ്പിൽ അനുസരണയോടെ തലകുനിച്ച് നിൽക്കുകയല്ല വേണ്ടത്, എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ
പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.